എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ആംബെയർ എന്ന് പറഞ്ഞിട്ടുള്ള സർവീസ് സെൻറ്ററിലേക്ക് വന്നിറക്കാം കേട്ടോ. എന്താ കാരണം വെച്ചാൽ എൻ്റെ വണ്ടി ഇലക്ട്രിക് ബൈക്ക് പറയണത് റിവോൾട്ടിൻ്റെ വണ്ടിയാണ്. റിവോൾട്ടിൻ്റെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ തോന്നുന്നു. എന്താ വെച്ചാൽ റിവോൾട്ടിൻ്റെ വണ്ടിയുടെ സർവീസ് സെൻറ്റർ തൃശ്ശൂരിൽ നിന്ന് നിർത്തിവെച്ചു. ഞാൻ വണ്ടി എടുത്തിട്ട് ഒരു 2 മാസമായപ്പോഴേക്കും റിവോൾട്ടിൻ്റെ സർവീസ് സെൻറ്റർ നിർത്തിവെച്ചു. പിന്നെ ഞാൻ ഒരു കൊല്ലമായിട്ട് എൻ്റെ വണ്ടി സർവീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ആംബെയറിലേക്ക് സർവീസിന് വിളിച്ച് പറഞ്ഞിട്ട് അവിടെ സർവീസിന് കൊണ്ടുവന്നതാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഷോറൂമിൻ്റെ ഉള്ളാണ് ഇപ്പോൾ ഇട്ടത് കേട്ടോ. അത് സർവീസ് സെൻറ്റർ നല്ല സർവീസ് സെൻറ്ററാണ്. അവർ നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ്. അവരെന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ വണ്ടി കൊണ്ട് വന്നോളേം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ രാവിലെ 10 മണിക്ക് ഇവിടെ എത്തിയിട്ടോ. ഇപ്പോൾ അതിൻ്റെ സർവീസ് സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ കൊണ്ട് പോകാൻ പറ്റില്ല, അവരവിടെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ സർവീസ് സെൻറ്ററിന് അവിടെ കൊടുത്തു. അപ്പോൾ വൈകുന്നേരം 6 മണിക്ക് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഈ 6 മണി വരെ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ തൊട്ടടുത്താണ് ശോഭ സിറ്റി ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ അത് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ശോഭ സിറ്റിയിലേക്ക് പോന്നു. എന്താ വെച്ചാൽ വൈകുന്നേരം 6 മണി വരെ സമയം പോകണ്ടേ, വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഞാനും എൻ്റെ വലിയ കുട്ടി ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. എന്താ വെച്ചാൽ 1 വർഷത്തോളമായിട്ട് വണ്ടി സർവീസ് ചെയ്തില്ല, സർവീസ് സെൻറ്റർ ഇല്ലാത്ത കാരണം. പക്ഷേ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വണ്ടി നല്ല വണ്ടിയാണ്, വണ്ടിക്ക് യാതൊരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. 4.5 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 100 കിലോമീറ്റർ ഓടും സുഖമായിട്ട്. ഞാൻ ഡെയിലി പോയി വരുന്നത് ഇപ്പോൾ ആ വണ്ടിയിൽ തന്നെയാണ്. പട്ടാമ്പിക്ക് പോയി വരുന്നത് ഡെയിലി അതിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു കംപ്ലൈൻറ്റ് കാണിക്കുക കാരണം കൊണ്ടും പിന്നെ സർവീസ് ചെയ്യാത്ത കാരണമാണ് സർവീസിന് കൊണ്ടേ കൊടുത്തത്. അപ്പോൾ എന്തായാലും ഇനി വൈകുന്നേരം വരെ ഇനി സമയം പോകണ്ടേ. അപ്പോൾ ഞങ്ങൾ ശോഭ സിറ്റിയിലേക്ക് പോന്നു. ശോഭ സിറ്റിയിലേക്ക് വന്നപ്പോൾ ശോഭ സിറ്റിയിലേക്ക് ഇപ്പോൾ ഉള്ളിലേക്ക് കടന്നു കേട്ടോ. കവാടത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ അതിനങ്ങനെ നടന്നു വരിക. ഇതുവരെ ഞങ്ങൾ ഓട്ടോറിക്ഷയില വന്നു കേട്ടോ. അവിടെ നിന്ന് ആംബെയറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ശോഭ സിറ്റിയിലേക്ക് ഏകദേശം 2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് എന്നാണ് അവർ പറയപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ ശോഭ സിറ്റിയുടെ അവിടേക്ക് വന്നു. ശോഭ സിറ്റിയുടെ അവിടേക്ക് വന്നു എന്ന് മാത്രമല്ല, ശോഭ സിറ്റിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 4 പുറം പുതിയ ബിൽഡിങ്ങുകളാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നടക്കുന്ന വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയുണ്ട്. ആൾക്കാർ അപ്പോൾ തന്നെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട്. കണ്ടോ ഈ ബിൽഡിങ്ങൊക്കെ കണ്ടില്ലേ, നോക്കിയാൽ കണ്ണ് തള്ളിപ്പോവും, അമ്മാതിരി ഹൈറ്റ് ആ ബിൽഡിങ്ങിൽ. അപ്പോൾ അത് പണി നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് അവിടെ. അപ്പോൾ ഏകദേശം ശോഭ സിറ്റിയുടെ ഒരു കവാടത്തിൻ്റെ അവിടേക്ക് എത്തി. ഇനി പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നു അങ്ങോട്ട് നല്ല അവിടെ ഇത് ഒരു കാർ സർവീസ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ കാർ പാർക്കിങ്ങിൻ്റെ സ്ഥലം കണ്ടില്ലേ, നല്ല സ്ഥലം. കാർ പാർക്കിങ്ങിന് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ സർവീസിന് കൊടുത്തിട്ട് വേണമെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോവുക. വരുമ്പോഴേക്കും വണ്ടി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് റെഡിയാക്കി തരും അവർ. അപ്പോൾ അങ്ങനെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ശോഭ സിറ്റിയുടെ ഉള്ളിലേക്ക് എത്തി. അവിടെ വന്നിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അതിൻ്റെ സ്റ്റെപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ വൈകുന്നേരം ആക്കണം. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നോക്കാമല്ലോ. ഞാൻ അതിന് മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ശോഭ സിറ്റിക്ക് ഒരു വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ വേണ്ട ഒരു ബൊമ്മക്കുട്ടി ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഇരുന്നതാണ് ഞാൻ. കാണാൻ നല്ല രസമാണ്. അവിടെ നിന്ന് നീച്ചു. ഇനി പോട്ടെ, ഇനിയിപ്പോൾ പോയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശിച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും സമയം പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പടത്തിന് പോകാമെന്ന് എൻ്റെ കുട്ടി പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു പടത്തിന് കയറാനുള്ള ഒരു ശ്രമത്തിലാണ്, അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഞങ്ങൾ കാണാൻ ഉദ്ദേശിച്ച പടം സൂര്യയുടെ പടമായിരുന്നു. ഇപ്പോൾ സൂര്യയുടെ പുതിയൊരു പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിനായിരുന്നു 12:55 പടത്തിന് കയറാമെന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ അതിന് ടിക്കറ്റ് ഫുള്ളാണ്. പിന്നെ 7 മണിക്കേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഏതാ കാണുകയെന്ന് ഞാൻ എൻ്റെ കുട്ടിയുടെ ചോദിച്ചപ്പോൾ അപ്പോൾ അവൾ പറഞ്ഞു ലക്കി ഭാസ്കർ കാണാമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലക്കി ഭാസ്കറിന് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശോഭ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്തെ ലുലു മാളുണ്ടല്ലോ, ലുലു മാളിൻ്റെ അതേ സെയിം സാധനം തന്നെ. പക്ഷെ ലുലു മാളിൻ്റെ അത്ര വലുപ്പമില്ലെങ്കിലും ലുലു മാളിൻ്റെ അതേപോലെ തന്നെ. വരുമ്പോൾ വെറും കൈയോട് കൂടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് എന്ത് കണ്ടാലും അതിനൊരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ അത് എടുക്കാൻ തോന്നും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണി കയറൊന്നും വേണ്ട, എസ്കലേറ്റർ ഉണ്ട്, അതിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി പൊക്കോളും. അപ്പോൾ അങ്ങനെ നമ്മൾ 2ാമത്തെ നിലയിലാണ് നമ്മുടെ തിയേറ്റർ, അവിടേക്കാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ശോഭ സിറ്റിയുടെ ഉള്ളിൽ നിന്ന് പടം കാണുക കാരണം ടിക്കറ്റിൻ്റെ നിരക്ക് ഭയങ്കര കൂടുതലായിട്ടോ. ഒരാൾക്ക് 220 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്ത് എന്നിട്ട് 2ാമത്തെ നിലയിലേക്ക് കയറി. എന്നിട്ടിപ്പോൾ അവിടെയൊക്കെ ഒന്ന് ചോദിച്ചു ഇതാ കണ്ടോ, 4 പുറം
ഭയങ്കര ഭംഗി പറഞ്ഞാൽ ഭയങ്കര ഭംഗി. പിന്നെ ഫുള്ള് ലൈറ്റാണ്, LED ലൈറ്റാണ്. അതാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും കാണാനൊരു ഭംഗി. ഞങ്ങൾ ഇതിനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വീക്ഷിച്ചു. എന്താ വെച്ചാൽ 12:45 വരെയുള്ള ഇത് സമയം കളയണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒന്ന് ഫുള്ള് നടന്നു. ഇത് രണ്ടാമത്തെ നിലയ്ക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് എടുക്കുന്നത് എൻ്റെ മൂത്ത കുട്ടിയാണ്. മൂത്ത കുട്ടീൻ്റെ പിന്നാലെ നടന്നിട്ട് ഫുള്ള് എടുക്കുന്ന വീഡിയോ. അപ്പോൾ പിന്നെ അവളെ അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുക്കുകയാണ്, ഇത് നമുക്കിതിൽ ഇങ്ങനെ ഇടണം എന്ന് പറഞ്ഞിട്ട് അവളെ ഏൽപ്പിച്ചപ്പോൾ അവൾ അവളുടെ സൗകര്യത്തിനൊക്കെ ഇങ്ങനെ എല്ലാം അവിടെയും ഇവിടെയൊക്കെ ആക്കിയിട്ട് നോക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു മാറ്റം എന്താ വെച്ചാൽ, നമ്മൾ പുറത്തുനിന്ന് ഒരു സാധനം, ഒരു ബനിയനോ ഒരു ടീഷർട്ടോ എടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു 150 200 ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റിച്ചാൽ ഇവിടെ അത് പോരാ. ഇവിടെ 200ൻ്റെ സാധനത്തിന് 350 റുപ്യ കൊടുക്കണം. അത് ഈ മാളിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ സാധനത്തിനും അതിൻ്റേതായ ഒരു ചെറിയൊരു റേറ്റിംഗ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ നിൽക്കണമൊക്കെ കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ ഓരോരോ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുക. അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പോകാൻ പാടാത്ത സ്ഥലങ്ങളൊന്നുമില്ല. എല്ലാ ഭാഗത്തേക്കും ഞങ്ങൾ കയറി നോക്കി. ഞങ്ങൾക്ക് എല്ലാവിടെയും കണ്ടിട്ട് കണ്ണ് മഞ്ഞളിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്താ വെച്ചാൽ ഒന്നിനും ഇത് കഴിക്കില്ല. അവിടെ KFC ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ സാധനവും കഴിക്കാനുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ജ്വല്ലറി ഷോപ്പുകളുണ്ട്, അങ്ങനെയുള്ള ഫാൻസി ഐറ്റംസ് സാധനങ്ങളുണ്ട്. പിന്നെ ബനിയൻ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. അങ്ങനെ ഓരോരോ സാധനങ്ങൾ. അതായത് ഇതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടാത്തൊരു സാധനമില്ല. കാശ് ഉണ്ടായാൽ മതി. ഒരു അട്ടി കാശായിട്ട് വേണം ഇവിടെ വരാൻ. അല്ലാതെ വെറുതെ വന്നിട്ട് കാര്യമില്ല. ഒരു അത്യാവശ്യം കുറച്ച് കാശ് കയ്യിൽ വെച്ചിട്ട് വരികയാണെന്ന് വെച്ചാൽ നല്ലൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടൊക്കെ സുഖമായിട്ട് പോവുക. പക്ഷേ സാധാരണക്കാർക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു റോളും ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ അവർ വരിക, വന്നിട്ട് കണ്ടുപോകാൻ ഒരു ഉറുപ്പടെ ചിലവില്ല. ഇതാണ്ടോ ഈ പോർഷൻ. കുട്ടികളെ കൊണ്ടങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാണ്ട് വന്നാൽ പിന്നെ കുട്ടികൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോവില്ല. ഇത് ഫുള്ളൊരു ഗെയിമിൻ്റെ ഒരു ഏരിയയാണ് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള്. അപ്പോൾ ഞങ്ങൾക്ക് സിനിമയ്ക്ക് സമയമാവുകയും ചെയ്തു കേട്ടോ ഏകദേശം. അപ്പോൾ എൻ്റെ കുട്ടി പറയുകയും ചെയ്തു, നമുക്ക് എന്നാൽ വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ നോക്കി, എന്നിട്ട് ഞങ്ങൾ അപ്പം തന്നെ കൊണ്ട് ഇറങ്ങി. എന്താ വെച്ചാൽ സിനിമ കണ്ടിട്ടാവാം ഇനി വരൽ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഇവിടെ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ, ഏതൊക്കെയാണ് സംഭവം എന്നൊക്കെ ഒന്ന് ജസ്റ്റൊക്കെ നോക്കി. എന്നിട്ട് മെല്ലെ അവിടെ നിന്ന് ഞങ്ങളങ്ങോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ എന്തായാലും ഇനി സിനിമ കാണട്ടെ, അല്ലെങ്കിൽ സിനിമയുടെ പകുതി സമയം പോവും. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വിട്ടു കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ രണ്ടാമത്തെ നല്ല വില, ഇതിൻ്റെ മേലെയും നിലയുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ മേലേക്ക് ഞങ്ങൾ പോയില്ല. അപ്പോൾ ഇവിടുത്തെ ഒരാളായിട്ട് നമ്മൾ സംസാരിച്ചു, അവരുടെ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ അവർ കുഴപ്പമില്ല പടം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളങ്ങനെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. തിയേറ്റർ എന്ന് പറഞ്ഞാലും പോരാട്ടോ, അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്താ പറയുക, ആ വാതിൽ തുറന്നപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തണുത്ത കാറ്റടിക്കണം. അമ്മാതിരി തണുപ്പ് തിയേറ്ററിൻ്റെ ഉള്ളിൽ. നമ്മുടെ അവിടുത്തെ തിയേറ്ററിൻ്റെ ഉള്ളിലൊന്നും ഇതിൻ്റെ ഒരു 4% തണുപ്പേ ഉണ്ടാവുള്ളൂ. പക്ഷേ തിയേറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയ തിയേറ്ററാണ്. ഒരു 750-800 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും, അത്രയും വലിയ തിയേറ്റർ. നല്ല തിയേറ്ററാണ്. ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലക്കി ഭാസ്കർ പടം കൊണ്ട് കണ്ടു. അത് കണ്ട് കുഴപ്പമില്ല കേട്ടോ. പടം അത്യാവശ്യം നല്ല പടമാണ്. കുട്ടിയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പടമാണ്. അത് പടം കണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലണ്ട് ഇറങ്ങി. അപ്പോൾ പടം കണ്ട് കഴിഞ്ഞിട്ട് മെല്ലണ്ട് ഇറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ 4 മണി 4:15 ആയിട്ടോ. അപ്പോൾ കുട്ടി പറഞ്ഞു, അച്ഛൻ നമുക്ക് വീഡിയോ ഗെയിം കളിക്കണ ഇടയ്ക്ക് പോയാലോ, ഒന്ന് ജസ്റ്റ് അവിടെ നിന്ന് പോയിട്ട് കണ്ട് അന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് പോവാച്ചാന്ന്. അപ്പോൾ ശരി ഓക്കെ എന്നാൽ പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വീഡിയോ ഗെയിം ഉള്ള അവിടേക്കാണ്ട് ഒന്നുകൂടിയും പോയി. ഇനിയിപ്പോൾ എന്താ അതിൻ്റെ ഉള്ളിലത്തെ സാഹചര്യങ്ങളെന്ന് നമുക്കറിയണ്ട. നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ വീക്ഷിക്കാമെന്ന് മാത്രമല്ല, അത് അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയില്ല. അപ്പോൾ അതൊന്നും ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയതാണ്. അപ്പോൾ ഓരോ ആൾക്കാർ ഓരോരോ സാധനത്തിലും ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടിക്ക് ഏതെങ്കിലും ഒരു ഗെയിം കളിക്കണം എന്ന് എൻ്റെ കുട്ടി പറഞ്ഞു. അപ്പോൾ കുട്ടീനെ കൊണ്ട് ഞാൻ 2 ഗെയിം കളിപ്പിച്ചു. പക്ഷേ അവിടുത്തെ ഒരു വിറ്റ് എന്താണെന്നറിയോ, ഒരു ഗെയിമായിട്ട് കളിക്കാനൊന്നും പറ്റില്ല. അവിടുത്തെ ആ ഗെയിമിന് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഒരു കാർഡിന് 500 രൂപ. ആ 500 രൂപയിൽ നമുക്കൊരു 3-4 തരം കളി കളിക്കാൻ പറ്റും. പക്ഷേ ഒരു കാർഡിന് ഏറ്റവും മിനിമം ഒരു കാർഡിന് 500 രൂപ. അപ്പം ഞാൻ എൻ്റെ കുട്ടീനെ കൊണ്ട് 2 കളി കളിപ്പിച്ചു. അവൾക്ക് സന്തോഷമായി. അപ്പോൾ അത് കഴിഞ്ഞു. ഞങ്ങളൊന്ന് അതിൽ നിന്നൊക്കെ ഇറങ്ങി ഒക്കെ നോക്കി. എന്നിട്ടൊക്കെ അടുത്ത ഓരോരോ സ്റ്റെപ്പിൽ ഒരു കാർഡിൽ 500 രൂപ എന്ന് പറഞ്ഞാൽ 500 അതിനൊരു പോയിൻ്റൊക്കെയാണ്.
ഓരോ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഓരോ പോയിൻ്റ് ഇങ്ങനെ ആ 500 രൂപയുടെ ഗെയിമിൽ നിന്ന് ഇങ്ങനെ ഓരോരോ പോയിൻ്റ് ഇങ്ങനെ കമ്മിയായത് ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ എൻ്റെ കുട്ടിക്കാണെന്ന് വെച്ചാൽ അതൊരു ഗെയിം കളിക്കാഞ്ഞിട്ട് ഇങ്ങനെ പൊരിയുക. അപ്പോൾ എന്നാൽ ശരി, കുട്ടികളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ എന്നാൽ ശരി, ഏതാ വേണ്ട ആശ്രൂട്ടിക്കുന്നു ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ അവൾ പറഞ്ഞു എന്നൊക്കെച്ചാൽ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഗെയിം സെലക്ട് അപ്പോൾ അവളുടേതായ ഇഷ്ടത്തിന് അവൾക്ക് അത് കളിച്ചു. അവൾക്ക് ടെമ്പിൾ റണ്ണ് കളിച്ചിട്ട് നല്ല പരിചയമുണ്ട്. അപ്പോൾ അത് കാരണം ഈ ഗെയിം അവൾ തിരഞ്ഞെടുത്തു. അത് 2 നോക്കി കളിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നാൽ പോവാ നമുക്ക് ഇനി മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇതിലെത്തൊന്നുമില്ല കേട്ടോ. 500 രൂപയ്ക്ക് ഒരു കാർഡുണ്ട് എടുത്താൽ ഞാൻ ആ കാർഡ് നിമിഷ നേരം കൊണ്ടാണ്ട് കഴിയും. പിന്നെ നമ്മൾ വെറുതെ ചെറിയ തോളത്തിലിട്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണം. അത് ഞങ്ങൾ എന്നിട്ട് അതിനൊന്ന് ചുറ്റി കറങ്ങി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പുറത്ത് ഞങ്ങൾ മെല്ലെ ഇങ്ങോട്ട് ഇറങ്ങി. ആ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ലുലു മാളിൻ്റെ ഏറ്റവും നടുക്കിലായിട്ട് നല്ലൊരു കുളമുണ്ട്. അത് ഞങ്ങൾ അവിടെ ചോദിച്ചു ഇനി ഇതിൻ്റെ പുറത്ത് എന്താ കാണാനുള്ളത്. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇതിൻ്റെ പുറത്ത് ഏറ്റവും നടുത്തളമായിട്ടൊരു കുളമുണ്ട്, അപ്പോൾ ആ കുളത്തിലേക്ക് ഒന്ന് പോയി കണ്ടോളിന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ലുലുമാളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ ലുലുമാളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങല്ല, ലുലുമാളിൻ്റെ ഉള്ളിൽ തന്നെയാണ് സംഭവം. അവിടെ നിന്ന് ഞങ്ങൾ 2 നിലയുടെ മേലെ നിന്ന് നേരെ ചോട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഒരു 10,000 കണക്കിന് ക്യാമറ വെച്ചിട്ടുണ്ട്. ഒരു കൃത്രിമങ്ങളും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ നടക്കാൻ വയ്യാത്തവർക്ക് എസ്കലേറ്റർ ഉണ്ട്, അല്ലാത്തവർക്ക് മറ്റേ ലിഫ്റ്റ് ഉണ്ട്. ഏത് സൗകര്യത്തിന് വേണമെച്ചാലും ആൾക്കാർക്ക് നടക്കാം. ഇനി കയറാൻ വയ്യ എന്നുള്ള പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളൊന്ന് ചവിട്ടി ചളിയാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ തുടയ്ക്കാൻ ആൾക്കാരുണ്ട്. നമുക്ക് ഇവിടുത്തെ ടൈലൊക്കെ കണ്ടില്ലേ എന്ത് വൃത്തിയാണെന്നറിയോ. ഒന്ന് നമ്മൾ ചവിട്ടിയിട്ട് ചളിയാക്കി കഴിഞ്ഞാൽ അപ്പം തുടയ്ക്കുക അവർ വന്നിട്ട് പിന്നാലെ വന്നിട്ട് നമ്മളെ തള്ളി മാറ്റിയിട്ടൊക്കെ തുടയ്ക്കണം. അത്രയും വൃത്തിയുണ്ട് അവിടെ. അതുതന്നെയാണ് ഈ ലുലുമാൾ. അവിടുത്തെ ഒരു വൃത്തികെട്ട സ്മെല്ലോ അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നല്ലൊരു പ്രത്യേക തരം സ്മെല്ലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ നേരെ ചോട്ടിക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ 2ാമത്തെ നിലയിൽ നിന്ന് 1ാമത്തെ നിലയ്ക്ക് ഇറങ്ങി, 1ാമത്തെ നിലയിൽ നിന്ന് വീണ്ടും ചോട്ടിക്ക് ഇറങ്ങി. ഇതിൻ്റെ ചോട്ടിലാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം ഉണ്ട് പറഞ്ഞില്ലേ, ഒരു നടുത്തളത്തിൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുറേ കമിതാക്കൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇരുന്നിട്ട് അവിടെ ചായ കുടിക്കുകയും കാര്യങ്ങളും. എന്താ വെച്ചാൽ ഒരു റെസ്റ്റോറൻറ്റ് പോലുള്ളൊരു സംഭവം, കുറേ ടീ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ മുമ്പിൽ. കണ്ടോ, ആ നേരെ കാണുന്നത് ഒരു നടുത്തളത്തിൽ പോലുള്ളൊരു സ്വിമ്മിംഗ് പൂൾ പോലുള്ളൊരു സാധനം. കുളമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുളമല്ല, എന്നാൽ കുളമാണോ എന്ന് ചോദിച്ചാൽ ആണ്. അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. 4 പുറം ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാൻ, ചായ കുടിക്കാനോ സ്നാക്സ് കഴിക്കാനൊക്കെ ഉള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. കണ്ടോ, ആൾക്കാരൊക്കെ പിന്നിലിരിക്കുന്നുണ്ട്. ഇതിൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ പിന്നിലിരിക്കുന്നുണ്ടോ. അപ്പോൾ അവൾക്കും ഒരു ആഗ്രഹം ഇതൊന്നും ഇങ്ങനെ നോക്കിയിട്ടൊരു വീഡിയോ ഒക്കെ ഇങ്ങോട്ട് എടുക്കാൻ. കണ്ടോ, ഈ പിന്നിൽ കാണുന്നതൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ളത്, ചെറിയ വെള്ളച്ചാട്ടം, കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു കുഷ്യൻ മോഡലുള്ളത്. ഇതുണ്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഈ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ ഈ മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരിക്കുക, കഴിക്കുക. അപ്പോൾ അതിനുള്ള സൗകര്യവും കാര്യങ്ങളും ഉണ്ട്. ഈ കുളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം മീനും ഉണ്ട് കേട്ടോ. ഓരോ മീനുകൾ 2 കിലോനൊക്കെ വലുപ്പമൊക്കെ ഉണ്ടാവും. അത്രയും വലിയ മീനുകളുണ്ട് ഇതിന്. അപ്പോൾ ഞങ്ങളിത് കണ്ടിട്ട് ഒരു അത്ഭുതപ്പെട്ടിട്ടിരിക്കുക. എന്താ വെച്ചാൽ നമുക്ക് മീനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. കണ്ടോ, ഒരുപാട് സ്നാക്സ് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുക, വാങ്ങുക കഴിക്കുക അങ്ങനെ ആയിട്ട് ഇരിക്കുക. പക്ഷെ പോക്കറ്റിൽ നല്ല കാശ് വേണം. നമ്മുടെ അവിടെ കായ ബജിക്ക് 10 റുപ്യാണെന്ന് വെച്ചാൽ ഇവിടെ കായ ബജിക്ക് 20 റുപ്യ. അത്രയും മാറ്റമുണ്ട്. ഒരുപാട് ആൾക്കാർ ഇരുന്ന് കഴിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. അതാണ് മെയിൻ സംഭവം. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് മെല്ലെ അതുകൊണ്ട് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങി മെല്ലെ. ഇനി വണ്ടർ അവിടേക്ക് പോവുകയാണ് ഞാൻ. എന്താ വെച്ചാൽ ഇത് ഇനി കഴിഞ്ഞു. ഇനി വണ്ടർ അവിടെ പോയിട്ട് വണ്ടി വാങ്ങണ്ടേ. അപ്പോൾ അതിന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഓക്കെ എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്.